പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ചൊവ്വാഴ്ച ദിനം വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിൽ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ ശരിക്ക് സ്വർഗം പകർന്നു നൽകിയ ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഗലാത്യ 4:19. അവിടെ സ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, അതായത് സ്ലീഹായ്ക്ക് നൽകിയ വലിയൊരു ദൗത്യമാണ് ദൈവജനം, നൽകപ്പെട്ട ദൈവജനം. ഒരു കുടുംബത്തിലെ ഒരപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ആണെങ്കിൽ അധികാരി അല്ലെങ്കിൽ ഒരു വികാരിയച്ഛൻ, സഹോദരങ്ങളെ, ഈ ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വേദനയാണ്, അതൊരു ഭയങ്കരമായൊരു അവസ്ഥയാണ്. അതായത് ആ ഒരു ലക്ഷ്യപ്രാപ്തി, തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള കഠിനവേദന, അതാണ് ഈറ്റുനോവ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, സ്ലീഹ പറയാണ് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും. അപ്പോൾ ഓൾറെഡി ഒരു ഈറ്റുനോവ് കഴിഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഒരു അപ്പൻ എത്രമാത്രം ഈറ്റുനോവ് അനുഭവിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ മക്കളിൽ രൂപപ്പെടുന്നത് വരെ ഒരു അമ്മ എത്രമാത്രം ഈറ്റുനോവ് അനുഭവിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ മക്കളിൽ രൂപപ്പെടുന്നത് വരെ ഒരു പുരോഹിതൻ എത്രമാത്രം ഈറ്റുനോവ് അനുഭവിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മുടെ മക്കൾ നമ്മളെ ഏൽപ്പിച്ചുള്ള ദൗത്യങ്ങളിൽ രൂപപ്പെടാനായിട്ട് ഒരു അധ്യാപക, ഒരു ഡോക്ടർ, ഒരു വക്കീൽ, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നൽകപ്പെട്ട നിക്ഷേപങ്ങൾ, നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ, നമ്മൾ എത്രമാത്രം ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ സ്വാർത്ഥപരമായ പല കാര്യങ്ങൾക്കും നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും അതിനോടൊരു താല്പര്യം കാണിക്കാത്തത് കൊണ്ട് തന്നെയാണ് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം എന്ന് പറയുന്ന സാധനം എന്നേ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ തുങ്കുഴി പിതാവിൻ്റെ ആപ്തവാക്യമല്ലേ ഈ 4:19, ഗലാത്യ 4:19, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. എൻ്റെ കുഞ്ഞുമകളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ശുശ്രൂഷ മേഖലകളിലും ക്രിസ്തുവിനെ നൽകാൻ തക്ക വിധത്തിൽ അതിനുവേണ്ടി എത്ര വേദനയാണെങ്കിലും സന്തോഷത്തോട് ഏറ്റെടുക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.